ഞങ്ങളുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഞങ്ങൾ വളർത്തുന്ന ഷിൻഷു ഡോഗ് ഏകദേശം 1 വർഷത്തോളം പ്രായമായി. അപ്പം നമ്മൾ മുടി എൻ്റെ കാര്യമായിട്ട് എൻ്റെ രോമമൊന്നും വെട്ടി കളഞ്ഞിട്ടില്ലായിരുന്നു. അപ്പോൾ രോമം ഇപ്പോൾ വേനൽക്കാലം ആയതുകൊണ്ട് കണ്ടമാനം ചൂട് അനുഭവപ്പെടുവാണ്. അതുകൂടാതെ നമ്മൾ ഡെയിലി ഇരുന്നുണ്ടെങ്കിലും എൻ്റെ രോമങ്ങളൊക്കെ കട്ടി പിടിക്കുവാണ്. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് അത് പല അസുഖങ്ങൾക്കൊക്കെ കാരണമാവും. പിന്നീട് അത് കൂടുതലായിട്ട് നമ്മൾ കട്ട് ചെയ്ത് വടിച്ചു കളയേണ്ട ഒരവസ്ഥയൊക്കെ വരും. അപ്പോൾ അങ്ങനെ വരാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഇതിൻ്റെ രോമം ആദ്യമായിട്ടാണ് നമ്മളിത് കട്ട് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് നമ്മൾ അഴിച്ചുകൊണ്ടുവന്ന പടിയെ തന്നെ അവിടെ ഇങ്ങനെ കിടന്നു നിരത്തിയുമ്പോൾ കരികിലേക്കാണ് നമ്മളിത് വീടിൻ്റെ തിണ്ണയിലോ മുറ്റത്തോ ഒക്കെ വെച്ച് കഴിഞ്ഞാൽ കണ്ടമാനം ഈ രോമങ്ങളെല്ലാം നമ്മുടെ മുറ്റത്തും വിലയ്ക്കകത്തുമൊക്കെ നമുക്ക് കയറും. അപ്പം അങ്ങനെ വരാണ്ടിരിക്കാനായിട്ട് നമ്മൾ നമ്മുടെ സ്ഥലത്ത് പറമ്പിലാണ് നമ്മൾ കൊണ്ടുപോയി കിടത്തിയിട്ട് നമ്മൾ ഇതിൻ്റെ രോമം കട്ട് ചെയ്യുന്നത്. എങ്ങനെയാണെങ്കിലും ഞങ്ങൾ ഷിൻഷു പട്ടി എൻ്റെ ഹെയർ ഡ്രസ്സിങ്ങിന് വേണ്ടിയിട്ട് അവിടെ കിടന്ന് തരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ചീപ്പൊക്കെ ഉപയോഗിച്ച് ഈരിയാണ് നമ്മൾ അതിൻ്റെ കട്ടി കുറയ്ക്കുന്നത്. നിലവിലുള്ള രോമത്തിൻ്റെ നേരെ പകുതി വെച്ചാണ് നമ്മൾ കട്ട് ചെയ്യാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ വേനൽക്കാലം ആയിക്കഴിഞ്ഞാൽ ഇതിൻ്റെ ആരോഗ്യം നിലനിർത്തുന്നതിന് വേണ്ടിയിട്ട് ആണ് ഇതിൻ്റെ പ്രധാനമായിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. കാരണം ഈ ചർമ്മരോഗങ്ങൾ വരാതെ ഈ രോമങ്ങളൊക്കെ വെട്ടിക്കഴിഞ്ഞാൽ ചർമ്മരോഗങ്ങളൊന്നും വരാതെ തടയുന്നു എന്നുള്ളതാണ്. അതുകൂടാതെ ഈ ചൂടുകാലത്ത് രോമം വെട്ടുന്ന പട്ടികൾക്ക് നല്ല തണുപ്പ് നൽകാനിടയാവും. കണ്ടമാനം രോമമാണെങ്കിൽ ചൂട് തന്നെയായിരിക്കും. അപ്പോൾ ചർമ്മസുഖങ്ങളൊക്കെ ഉണ്ടാകും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ വേനൽക്കാലമായി കഴിഞ്ഞാൽ ഇതിൻ്റെ രോമങ്ങളൊക്കെ വെട്ടി ഒരു പകുതിയൊക്കെ ആക്കി വെക്കുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിന് ചൂട് കൊണ്ടുള്ള അസുഖങ്ങളൊക്കെ വളരെ കുറഞ്ഞു കിട്ടും. അതിന് നല്ല പട്ടികൾക്ക് നല്ല തണുപ്പ് കിട്ടും. പിന്നെ ചിലയിനം പട്ടികൾക്ക് രോമം വെട്ടിയില്ലെങ്കിൽ അസ്വസ്ഥ ഉണ്ടാകാനായിട്ടൊക്കെ ഇടയുണ്ടാവും. അപ്പോൾ ഈ ചൂട് കൊണ്ടാണ് ഇതിൻ്റെ അസ്വസ്ഥയൊക്കെ കാണിക്കുന്നത്. പിന്നെ അതുകൂടാണ്ട് ഇതിൻ്റെ രോമം വെട്ടുന്ന പട്ടികളുടെ വൃത്തി നിലനിർത്താനായിട്ട് സഹായിക്കുന്നുണ്ട്. നമ്മൾ പൗഡർ ഡെയിലി നമ്മളിതിൻ്റെ പൗഡർ ഇട്ടതിന് ശേഷമാണ് നമ്മളിതിനെ ഈരവും മറ്റുമൊക്കെ നമ്മൾ ചെയ്യുന്നത്. എങ്കിൽ പോലും ഇതിൻ്റെ വൃത്തി ഏറ്റവും വൃത്തിയുള്ളൊരു ഇനം പട്ടിയാണ് ഈ ഷിൻഷു ഇനത്തിൽപ്പെട്ട ഈ ഡോഗ് എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ കൂടുതൽ രോമം വന്നു കഴിഞ്ഞാൽ ഈ ചെള്ള്, പേന തുടങ്ങിയ ഈ ക്ഷുദ്രജീവികളൊക്കെ ഇതിൻ്റെ രോമത്തിൻ്റെ ഇടയ്ക്ക് കയറി ഇരുന്നതിനെ കടിക്കുകയും മറ്റുള്ളവരിലേക്ക് പകരുകയും അതുകൂടാണ്ട് ഇതിൻ്റെ രക്തമെല്ലാം കുടിച്ച് ഈ പട്ടിക്ക് അസുഖം ഉണ്ടാകും മറ്റൊക്കെ ചെയ്യാനിടയാവും. അപ്പം അതുകൊണ്ട് നമ്മൾ ഡെയിലി തന്നെ നമ്മൾ പൗഡറൊക്കെ ഇട്ട് ഈരി കുട്ടപ്പനാക്കിയാണ് നമ്മൾ കൊണ്ടുനടക്കുന്നത്. അപ്പോൾ കണ്ടമാനം രോമം നീണ്ടു പോയത് കൊണ്ടാണ് നമ്മളിത് വെട്ടുന്നത്. ചില സ്ഥലങ്ങളിലൊക്കെ ഇങ്ങനെ കട്ട പോലെ പിടിച്ചിട്ടും ഉണ്ട്. അപ്പം അങ്ങനെ അതൊക്കെ ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മളിത് രോമം നമ്മൾ കട്ട് ചെയ്ത് കളയുവാണ്. ഈ നീണ്ട രോമമുള്ള പട്ടികളെ കുളിപ്പിക്കാനും ഉണക്കാനും വളരെ ബുദ്ധിമുട്ടാണത്. കാരണം വെച്ചാൽ കണ്ടമാനം രോമം വരുമ്പോഴത്തേക്ക് നമ്മൾ കുളിപ്പിച്ചാലും അതിൻ്റെ തണുപ്പ് ഭയങ്കരമായിട്ട് നിൽക്കും. പിന്നെ അതിൻ്റെ തോർത്തി കിട്ടത്തില്ല. പിന്നെ അത് ഉണങ്ങി വരാനായിട്ടൊക്കെ കുറേ സമയങ്ങളൊക്കെ എടുക്കും. അതുകൊണ്ട് നമ്മൾ കണ്ടമാനം രോമം നീണ്ടാൽ തന്നെയും നമ്മളത് ഈ കുളിപ്പിക്കുന്ന സമയത്ത് അത് ഉണക്കാനും പിന്നെ അത് കഴുകാനും ഒക്കെ വളരെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതുകൂടാണ്ട് ഈ പട്ടികളുടെ രോമങ്ങളൊക്കെ ഈ കണ്ടമാനം നിന്ന് കഴിഞ്ഞാൽ നമുക്ക് പിടിക്കാനും എടുക്കാനൊക്കെ വളരെ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് നമ്മൾ ഈ രോമങ്ങളൊക്കെ ഒരു മിനിമം അളവിലാണ് നമ്മളിപ്പം നിലവിൽ വെട്ടി നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുകൂടാണ്ട് നമ്മളുടെ ഡിസൈൻ എടുത്തിട്ട് നമ്മളിങ്ങനെ വെട്ടുകയാണെന്നുണ്ടെങ്കിൽ പട്ടികൾക്ക് നല്ല ഭംഗി കിട്ടും. ഈ കണ്ടമാനം ഈ രോമമൊക്കെ വന്ന് മേഘമൊന്നൊക്കെ ഇരിക്കാതെ നല്ല ഭംഗിയായിട്ട് നമ്മൾ വെട്ടുവാണെന്നുണ്ടെങ്കിൽ ഇതിലിപ്പോൾ നമ്മൾ ആദ്യം വെട്ടുന്നതുകൊണ്ട് നമുക്ക് സഹകരിക്കുന്നുണ്ട്. നമ്മൾ പട്ടി ഇങ്ങനെ കിടന്നു തരുന്നുണ്ട്, വെട്ടാൻ വേണ്ടിയിട്ട് കിടന്നു തരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം ചീപ്പ് കൊണ്ട് കുറേ വെട്ടി നമ്മളിപ്പോൾ ദേഹത്ത് ചില രോമങ്ങളൊക്കെ ഇങ്ങനെ കട്ട പിടിച്ചിരിക്കുന്നതുകൊണ്ടാണ് നമ്മളത് കട്ട് ചെയ്ത് കളയുന്നത്. പട്ടിക്കും വളരെ സന്തോഷമാണ്. കാരണം വെച്ചാൽ അതിൻ്റെ ശരീരത്ത് ഈ ചൂട് കണ്ടമാനം നിൽക്കുന്ന സമയത്ത് കുറേ രോമങ്ങളൊക്കെ കട്ട് ചെയ്ത് കളയുന്നത് പട്ടിക്കും അറിയാതെ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ കട്ട് ചെയ്ത് കളഞ്ഞോട്ടെ എന്നൊക്കെ പറഞ്ഞ് അതും കിടന്ന് തരുവാണ്. എൻ്റെ രോമങ്ങളൊക്കെ കൂടുതൽ കട്ട് ചെയ്ത് കളയാൻ വേണ്ടിയിട്ട് അതും കിടന്ന് തരുവാണത്. നല്ല രീതിയിൽ നമ്മൾ വെട്ടിക്കഴിഞ്ഞാൽ നല്ല ഒരു ഭംഗി നമുക്ക് തരും. ഈ കൂട്ടത്തിൽ നമ്മൾ വെട്ടുന്ന കൂട്ടത്തിൽ തന്നെ പട്ടി കളിക്കുന്നുണ്ട് നമ്മളുമായിട്ട്. ഭയങ്കര കളിതമാശയാണ് അതിന്. ചില സമയത്ത് കുറേ സമയമായി ഏകദേശം നമ്മളിത് കട്ട് ചെയ്ത് തീർക്കുന്ന സമയം എന്ന് പറഞ്ഞാൽ ഏകദേശം അരമണിക്കൂർ മിച്ച സമയം നമ്മളിത് എടുക്കുന്നുണ്ട്. കാണാൻ വളരെ ശ്രദ്ധിച്ച് വേണം കട്ട് ചെയ്യാൻ.
നമ്മൾ ഈ കത്രികയൊക്കെ ഉപയോഗിക്കുന്ന സമയത്ത് ഇത് പട്ടി അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ അനങ്ങുന്ന സമയത്ത് അതിൻ്റെ കണ്ണിലോ അതിൻ്റെ ദേഹത്തോ ഒന്നും കൊണ്ട് മുറിവ് പറ്റാതെ നമ്മൾ വളരെ ശ്രദ്ധിക്കണം. അത് അല്ലാതെ പരിക്ക് പറ്റിക്കഴിഞ്ഞാൽ വീണ്ടും അതിനു വേണ്ടി വേറെ ചികിത്സ നമ്മൾ നടത്തേണ്ടി വരും. അപ്പോൾ നല്ല മനുഷ്യനുമായിട്ട് നല്ല രീതിയിൽ ഇണങ്ങിച്ചേരുന്ന ഒരു ഡോഗാണ് ഈ ഷിൻഷു ഇനത്തിൽപ്പെട്ടത്. അത് കൂടുതലായിട്ട് ആ ഒപ്പം തന്നെ നമ്മളോട് ഈ കളിക്കുകയും മറ്റുമെല്ലാം ചെയ്യുന്നുണ്ട്. അപ്പോൾ ചില സമയത്ത് നല്ല അനുസരണ പറഞ്ഞു കഴിഞ്ഞാൽ നല്ല അനുസരണയായിട്ട് കിടക്കും. നമുക്ക് ഈരാനും രോമങ്ങൾ കട്ട് ചെയ്യാനും ഒക്കെ ആയിട്ട് നല്ല സഹകരിച്ച് കിടക്കും. അതുകൂടാതെ ഇതിന് അല്ലാത്ത സമയത്തൊക്കെ ചില സമയത്തൊക്കെ ഭയങ്കര തമാശ ആയിട്ടൊക്കെ നമ്മൾ പറഞ്ഞാൽ ചിലപ്പോൾ കേൾക്കാണ്ടൊക്കെ വരും. തമാശ രൂപേണയാണത് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മൾ കാണുമ്പോൾ തന്നെ അറിയാതെ ഇടയ്ക്ക് അതിന് നമ്മളുമായിട്ട് കളിക്കണം. ആ കളിക്കുന്ന സമയത്ത് ഇങ്ങനെ ഭയങ്കര ചാട്ടവും മറിച്ചിലും കടിയുകയൊക്കെ ഉള്ളതാണ്. പക്ഷേ അതൊക്കെ എന്തുകൊണ്ട് കടിക്കുന്നതാണെങ്കിൽ പോലും ഒരു പോറൽ പോലും ഏൽപ്പിക്കാത്ത രീതിയിലാണ് നമ്മുടെ ശരീരത്തിൽ ടച്ച് ചെയ്യുള്ളൂ. ഒരിക്കലും വേദന എടുപ്പിക്കുന്ന രീതിയിലൊന്നും ഇത് ചെയ്യത്തില്ല. പിന്നെ അതുകൂടാണ്ട് നമ്മൾ ഈ പട്ടിയെ വളർത്തുന്നതിന് മുമ്പായിട്ട് നമ്മൾ ഇത് ചെയ്യുന്നത് വെച്ചാൽ നമ്മൾ വാങ്ങിയ ഉടനെ തന്നെ നമ്മൾ മൃഗാശുപത്രിയിൽ പോയി ഡോക്ടറെ കൊണ്ട് നമ്മൾ അതിൻ്റെ പ്രതിരോധ കുത്തിവയ്പ്പുകളും വാക്സിനും എല്ലാം നമ്മൾ കൃത്യമായിട്ടും എടുക്കുന്നുണ്ട്. അതിന് ചെറിയൊരു ഫീസാവും. അതുകൂടാതെ നമ്മൾ പഞ്ചായത്തിൽ നമ്മൾ രജിസ്റ്റർ ചെയ്യുന്നുണ്ട്. പഞ്ചായത്തിൽ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ അതിന് വർഷം തോറും ഓരോ വർഷം കൂടുന്തോറും അതിൻ്റെ ലൈസൻസ് നമ്മളത് പുതുക്കണം. ഓരോ വർഷം കൂടുന്തോറും നമ്മളതിൻ്റെ ലൈസൻസ് പുതുക്കണം. അതിന് ചെറിയൊരു ഫീസ് നമുക്ക് ആകുന്നുണ്ട്. അതുകൂടാണ്ട് നമുക്ക് ഇതിൻ്റെ ഭക്ഷണക്രമങ്ങളൊക്കെ നമ്മൾ കൃത്യമായിട്ടും തന്നെ അത് കൃത്യമായ രീതിയിൽ തന്നെ നമ്മൾ ചെയ്യണം. അപ്പം വീട്ടിൽ ഒരു അംഗത്തെ പോലെയാണ് നമ്മളിതിനെ കൊണ്ടുനടക്കുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം. ഇതിന് വേണ്ടിയിട്ട് നമ്മൾ ഡെയിലി ഒരു മണിക്കൂറെങ്കിലും നമ്മൾ ഒരാൾ മെനക്കെടേണ്ടി വരും. കാരണം വെച്ചാൽ ഇതിനെ നിർബന്ധമായിട്ട് നമ്മൾ ഈരണം. പിന്നെ ഇതിൻ്റെ ബാത്റൂം കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള നമ്മൾ പുറത്തൊക്കെ കൊണ്ടുപോവുകയും ചെയ്യണം. അതുകൂടാണ്ട് അതല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ കൂട്ടിൽ തന്നെ അതിനുള്ള സംവിധാനങ്ങളൊക്കെ ചെയ്യണം. വൃത്തിയുടെ കാര്യത്തിൽ നമ്പർ 1 ആണ്. പിന്നെ എന്ന് പറഞ്ഞാൽ നമ്മൾ കുളിപ്പിക്കുന്ന പൗഡർ ഇടുകയൊക്കെ ചെയ്തില്ലെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒരു സ്മെല്ല് നമുക്ക് ഉണ്ടാവും. സ്മെല്ല് നമ്മൾ നോക്കുന്നതിനേക്കാളും കൂടുതലായിട്ട് മറ്റുള്ള പുറത്തുനിന്നുള്ള ആളുകൾ വരുന്ന സമയത്ത് അവർക്ക് പെട്ടെന്ന് തന്നെ ആ ഒരു സ്മെല്ല് നമ്മുടെ വീട്ടിലൊരു ഡോഗ് മുറ്റത്താണേലും അതിൻ്റെ സൈഡിലാണെങ്കിലും നമ്മൾ വളർത്തുവാണെങ്കിൽ അവർക്ക് പെട്ടെന്ന് അനുഭവപ്പെടും. പക്ഷേ ആ വീട്ടിൽ താമസിക്കുന്നവർക്ക് പെട്ടെന്ന് അനുഭവപ്പെടത്തില്ല. അപ്പം അങ്ങനെ വരാണ്ടിരിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഡെയിലി ഇതിനെ ഈരുക, പൗഡർ ഇടിക്കുക, 2-3 ദിവസം കൂടുമ്പോൾ കുളിപ്പിക്കുക, കൂട് നല്ല രീതിയിൽ വൃത്തിയാക്കുക. അതിൻ്റെ അപ്പി മൂത്രം ഇങ്ങനെയുള്ളതൊന്നും പരിസരത്ത് ഇടാതെ നമ്മൾ ദൂരെ കൊണ്ടുപോയി കളയുക. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിൽ ഇതുപോലെ വളർത്തിയെടുക്കാൻ പറ്റും. നമ്മളെങ്ങനെയാണല്ലോ രോമമെല്ലാം വെട്ടി കുളിപ്പിച്ച് കുട്ടപ്പനാക്കി തോർത്തിയെടുത്ത് ഉണക്കിയിട്ട് നമ്മൾ കൂട്ടിൽ കൊണ്ടുവന്ന് നമ്മളാക്കിയിട്ടുണ്ട്. ഇങ്ങനെയാണ് നമ്മൾ ഷിൻഷു പട്ടി. ഇതിൻ്റെ ഇരട്ടി രോമം ഉണ്ടായിരുന്നതാണ്. അപ്പോൾ ഇങ്ങനെ അടിപൊളിയാക്കി നമ്മൾ എടുത്തിട്ടുണ്ട്. ഓക്കെ, താങ്ക്സ്.